ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷം ഞങ്ങളൊരു ചെറിയ ട്രിപ്പ്, 1 ഡേ ട്രിപ്പ്. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ, എവിടേക്കാണ് പോകണം? ഐപ്സി. അവിടെ പോയിട്ട് ഒരു ദിവസം സ്റ്റേ ഒന്നുമില്ല, രാവിലെ പോവുക, വൈകിട്ട് വരിക. സോ സിമ്പിൾ. എന്തായാലും ഇറങ്ങിയ ഉടനെ ബസ്സായാലും നടരാജയാണ് കൂടെ. ഓട്ടിയുണ്ട്, ഷാബിനുണ്ട്, ബിമിൽ, ഷരുൺ, റെഡാണ് കേട്ടോ. സമയം കൈപിടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. ഇപ്പോൾ സമയത്തറിയോ ഓടി? 7:20 ആയി തോന്നുന്നു കേട്ടോ. 7:45 ട്രെയിൻ. വണ്ടി കിട്ടുമോ? അപ്പം എന്തായാലും ഓട്ടത്തിലാണ്. തുടക്കം തന്നെ ഓട്ടമാണ്. ആ, വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും എത്താറാകുമ്പോൾ കാണാം. ഒന്ന് ഓടട്ടെ ഗൈസ്. ഇന്ന് മഞ്ഞൊന്നുമില്ല, പക്ഷെ മൈനസാണ് വെതർ. സ്നോ കാണിക്കുന്നില്ല എന്നുള്ളൂ. ആ, കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. ഈ വണ്ടികളുടെ മേലെയൊക്കെ ചെറുതായിട്ട് സ്നോ വീണ്ടും കിടക്കുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കാർഡ് എടുക്കണം പറഞ്ഞിട്ട് തിരിച്ച് ഓടിപ്പോയി ഗൈസ്. ഓട്ടത്തിലാണ് ഗൈസ്. പുള്ളിക്കാരൻ നല്ല ഓട്ടത്തിലാണ്. ഷരൺജി പ്ലെയിൻ കാർഡ് എടുക്കാൻ പോകണം കേട്ടോ. പോയിട്ട് വരട്ടെ. നമുക്ക് ഇങ്ങോട്ടോളാം. ട്രെയിൻ കയറാൻ പോകണം. ഇങ്ങനെ ചോപ്പ് കൊണ്ടതിന് ഇഷ്ടം പറഞ്ഞു. ചോപ്പിനെയും കൂടി നല്ല ഇതാടാ. ഇവിടെ സെക്കൻഡ് ഇവിടെ അലക്സാണ് കേട്ടോ. സോറി ഇന്നലെ മ്യൂണിക്കാണ് കേട്ടോ വെച്ച് പിടിക്കുന്നത്. മ്യൂണിക്കിന് എവിടേക്കാണ് പോകാമെന്നറിയോ? മ്യൂണിക്കിൽ നിന്ന് ട്രെയിൻ കയറണ്ട. അവിടെ നിന്ന് എത്ര മണിക്കൂർ യാത്രയുണ്ടോ? അവിടെ നിന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബസ് കൂടി. ബസ്സിൽ പോകാം. ആ, മൊത്തം 5 hours ജേണിയാണ്. 5 മണിക്കൂർ യാത്രയുണ്ട് കേസ്. പെട്ടെന്ന് എത്തും. 5 മണിക്കൂറിലുള്ളൂ. അടയല്ലേ? യെസ് ടിക്കറ്റ് ഇല്ലേ നിന്റെ? എന്ത് ടിക്കറ്റ്? അവിടെ ഇല്ലടാ. നെറ്റിനാടാ ടിക്കറ്റ് ഇല്ലാണ്ട് ഇവനെന്തോ കാര്യം പറയാണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് 1.5 കിലോ നഗറ്റ്സ് ഞാൻ വറുത്തു. 10 മുട്ടയും പുഴുങ്ങാനിട്ടു. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് എല്ലാവരും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂം പോയത്. തിരിച്ചു വന്ന് പകുതി എത്തിയപ്പോൾ സത്യം പറയൂ. പകുതി എത്തിയപ്പോ കാർഡ്സ് എടുത്തു. ഞങ്ങൾ പ്ലെയിൻ കാർഡ്സ് എടുത്തിട്ടില്ല. അതിന് ഞാൻ തിരിച്ചോടി. 5 മിനിറ്റിലാണ് ഞാൻ തിരിച്ച് വേനപ്പത്തിയത്. ഇവിടെ വന്നിട്ട് ഒരു മുട്ട തായോ പറഞ്ഞപ്പോൾ മുട്ടയില്ല. മുട്ട പ്ലാനില്ലാത്തതാണ്. ഒന്നാമത് പ്ലാനിൽ ആദ്യം ഉണ്ടായിരുന്നു മുട്ട ബജ്ജി. പക്ഷേ ഇത് മുട്ടയായി. എനിക്ക് ഏകദേശം ഒരു ധാരണയായി. മുട്ടയിൽ തന്നെ പഴിച്ചു. മുട്ട ഒരു പ്ലാൻ. കോർഡിനേറ്റർ പാരീസിൽ കൊളാക്കിയ പോലെ ഇത് വല്ലതും കൊളാക്കിയ ഇവന്റെ അന്ത്യായിരിക്കും. രാവിലെ എണീറ്റ് എല്ലാരും അതൊക്കെ എന്ത് ആദ്യം വിളിച്ച് വിളിച്ചിട്ടില്ലേ? രാവിലെ വിളിച്ചു കിട്ടോ? 6 മിസ്സടിക്കുന്നതാണോ വിളിക്കൽ? മിസ്സടിച്ച് വിളിച്ചില്ല. ലാസ്റ്റ് എണീച്ച് ശരുണാണ്. ഇപ്പോഴും പറയുന്നു എല്ലാരും വിളിച്ചു വിട്ടതാരാ? 5:30 കണ്ട ചിക്കനും. ഷാബി, നീ രാവിലെ എണീച്ച് നീ എന്തൊരു സംഭവം പറഞ്ഞേ? ഞങ്ങളെ ട്രിപ്പ് മൂടായിരുന്നോ? ആ, എന്റെ തല പൊളിഞ്ഞു. ഞാൻ മര്യാദക്കാണെങ്കിൽ എനിക്ക് എണീക്കാൻ വരുന്നുണ്ടെങ്കിൽ നിന്റെ തലവേദനിക്കണ എനിക്കൊന്ന് കേൾക്കുമ്പോഴേ ട്രിപ്പ് മൂഡ്. എന്റെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങളെ എങ്ങെങ്കിലും എണീപ്പിക്കുക. ഒരെണ്ണം എന്നെ ഇങ്ങനെ തലചാട്ടായാണ് എഴുന്നേറ്റിരുന്ന ഒരാള്. ഞാൻ അനന്തപത്രത്തിൽ 5:30 വിളിച്ചിട്ടില്ല. സകല ഫുഡും ഉണ്ടാക്കി ഒരു മിസ് അടിക്കുന്ന എന്നിട്ട് അവൻ കിടന്നുറങ്ങുക. അതാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും കൂടി ചർച്ച ചെയ്തുള്ളൂ. ഭയങ്കര ലേസിയാണ് നീ. ഇവന്റെ കൂടെ നടന്ന് അല്ലല്ല, എന്റെ ഞങ്ങളോട്
അതിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് പറയാണ്ട് പിന്നെ പറയും. പക്ഷെ ഇയാള് ഭയങ്കര ലേസി ആയിട്ടുണ്ട് ഇപ്പൊ. ഒരു മുട്ട ഒഴുങ്ങി എടുത്തിടാൻ പറ്റിയില്ലെങ്കിൽ ഇവനെ കൊണ്ട് പിന്നെ എന്തിനാ പറ്റിയ 10 മുട്ട കേസ്. 10 മുട്ട വന്നിട്ട് തിരിച്ചു വരുമ്പോ അവിടെ വന്നിട്ട് ക്ഷീണിച്ചിട്ട് കഴിക്കാന്നുള്ള ഒരു ബേസ്. ഓക്കെ തിരിച്ചു വരുമ്പോ റെഡിയാക്കാം. ഇയാളെ ഇറങ്ങി പറ. നേരത്തെ കഴിച്ച് റെഡി ആയതാണ്. എന്നാ അത് ഓർക്കുമ്പോ ഞാന് 6:30 പറ്റു. ഫസ്റ്റ് റെഡി ആയത് 6 എഴുന്നേറ്റു. 6:30 ഞാൻ ഏറ്റു. അന്നേരം റെഡിയായി ഞാൻ അങ്ങ് ഇരിക്കുവായിരുന്നു ഫോണിൽ. എടാ ഇവിടെ 4 മണിക്ക് എഴുന്നേറ്റ് നഗറ്റ്സ് പിന്നെ പച്ചക്കള്ളു. എടാ പ്രേക്ഷകർക്ക് അറിയാം ആര് ചെയ്യുന്നു, മനസ്സിലാവണ്ടോ? വിളമ്പൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. പറയട്ടെ, ഞാൻ ആ എണ്ണ ചൂടാക്കുമ്പോഴും നിങ്ങൾ അപ്പോഴും കൂർക്കം വലിക്കണം, ഒച്ച എനിക്ക് കേൾക്കായിരുന്നു. എല്ലാരും എല്ലാം കണക്കായിരുന്നു. നീ ഉറക്കത്തിൽ നിന്റെ ഉറക്കത്തിലായിരിക്കും നീ ഇതായിരിക്കും. നീ നല്ല കൂർക്കം വലി പുറത്ത് ഉറങ്ങാൻ പറ്റണല്ലോ. അവസാനം റെഡി ആയത് ഗൈസ്. ഇവിടെ കൂർക്കം വലിക്കാത്ത ഞാൻ തന്നെ ഉള്ളൂ. അതെ ആരാ പറയണേ? ഇദ്ദേഹം കൂർക്കം വലിക്കുമ്പോ സീലിംഗ് കടന്ന് പറക്കുകയും ചെയ്യാം. ഫ്ലിക്സ് ബസ്സിലത്തെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പ്ലേയിങ് കാർഡ് എടുക്കാൻ വേണ്ടി തിരിച്ചൊരു ഓട്ടോ ഓടി ഗൈസ്. നല്ലൊരു ഓട്ടോ ആയിരുന്നു. ഓട്ടോ വരുന്നു. ചീട്ട് നാട്ടിലെ ചീട്ടും ഇവിടെ പ്ലേയിങ് കാർഡ്. ഊട്ടിക്ക് പ്ലേയിങ് കാർഡ്. ഇവിടെ ഉണ്ണോ കളിക്കും. ആ ഓട്ടോ എങ്ങനെയുണ്ടായിരുന്നു? ഓട്ടം തിരിച്ചു പോയതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. നമ്മുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ പുറത്തായതുകൊണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയേണ്ടതാ, ഈ മനുഷ്യൻ ഡോർ അടയ്ക്കാതെ, ഈ ജർമ്മനിയിൽ പ്രശ്നമില്ല, പിന്നെ ഷൺചേട്ടന്റെ വീടാണ്, ആരും കയറില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ ചങ്ങായി അത് വാതിൽ അടയ്ക്കാതെ വന്നിരിക്കുന്നത്, ഓപ്പണായി വാതിൽ തുറന്നിട്ടിട്ട് വന്നിരിക്കും. ഞങ്ങൾ എവിടേക്ക് 5 മണിക്കൂർ യാത്രയുണ്ട്. 5 മണിക്കൂർ അങ്ങോട്ട്, 5 മണിക്കൂർ ഇങ്ങോട്ട്, പിന്നെ കറങ്ങാൻ ഒരു 5 മണിക്കൂർ, പിന്നെ ഫുഡ് അടിക്കാൻ 2 മണിക്കൂർ, മൊത്തത്തിൽ എത്ര 10-17 മണിക്കൂർ അല്ലേ? എസ് എല്ലടാ നിന്റെ കാര്യം. നിന്നെ ഞാൻ ഉണ്ടല്ലോ, നിന്നെ വരെ റെഡി ആക്കുന്നുണ്ട്. കൊണ്ടൊരു ആംബുലൻസ് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കാം. എനിക്ക് അമ്മ അറിയില്ല. നമ്മളെ മഹാരാജാസിലോടെ ആൾക്കാരാണ് ഷാബി അല്ലേ? രാവിലെ ഓടാൻ പോയതല്ലേ, വേറൊന്നല്ലോ. ഇയാളുടെ ഓട്ടം കണ്ടിട്ടുണ്ടോ? അതൊന്ന് കാണണം. അതെന്ത് കാണിച്ചാലേ രാവിലെ മറ്റേ പെണ്ണുങ്ങളെ നോക്കി ഓടാൻ പോയതാണ്, വേറൊന്നല്ല. ചരിത്രം എറണാകുളത്ത് നമ്മൾ പഠിക്കാൻ പോയിരിക്കണം. പഠിക്കാൻ പോയ സമയത്ത് ഫിസിക്കലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടിന് ചരിത്രം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചരിത്രം പറയാൻ തുടങ്ങിയിട്ട് ആ പാട് എല്ലാവർക്കും ബാഗ് ഒരു വെട്ടുകളിൽ ഓടിക്ക് 2 വെട്ടുണ്ട്. അത് കാണിച്ചു കുറച്ച് അവിടെ എത്തിരിക്കുകയാണ്. നല്ല വ്യൂ ആണല്ലേ ശരിക്കൂടാ? അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ. കാർഡ് എടുക്കട്ടെ. കാർഡ് ഇപ്പൊ തന്നെ എടുക്കണം. എന്താ അവസ്ഥ, എങ്ങനെയാണ്? എടുത്തോ. കുറച്ച് മഞ്ഞൊക്കെ വേണ്ടി കേട്ടോ. ചെറിയ മഞ്ഞ. നിമിലിക്കൂട്ടിന് ചിലപ്പോൾ ഉറങ്ങേണ്ടി വരും. കാർഡ് ഞാൻ എടുത്തില്ലേ? സംഭവം ഓടിയത് ബാത്റൂം പോകാനോ ഉണ്ടോടാ? ഷാൻചേട്ടാ കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കാർഡ് കളിച്ചിട്ട് ഫസ്റ്റ് കാർഡാണെന്ന് പറയാൻ പറ്റുമോ? ഒരു എത്ര റൗണ്ട് കളിക്കും ഏകദേശം? എത്ര റൗണ്ട് കളിക്കും? 9 ലെവൽ. ഒരു 5 റൗണ്ട് കളിക്കാം. 5 റൗണ്ട് കളിക്കുമ്പോൾ തന്നെ അവിടെ 1.5 മണിക്കൂർ. 5 മസാജ്. മസാജ് ഉണ്ട് കേട്ടോ. കുറച്ച് അവിടെ എത്തിരി കാണാം കേസ്. ഫസ്റ്റ് ട്രെയിൻ, അടുത്ത ട്രെയിനിൽ പിടിക്കാൻ കുറച്ച് ഓടേണ്ടി വരുമോ? കുറച്ച് ഓടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം കേസ്. ചേട്ടനെ എവിടെ എത്തി? ഇപ്പൊ നമ്മള് ഏകദേശം മ്യൂണിക് എത്തി. മ്യൂണിക് എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയില്ലേ? ഏകദേശം മ്യൂണിക് എത്തിയില്ലേ? മ്യൂണിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓട്ടിന്റെ കോട്ട. നമ്മളൊക്കെ പണ്ട് കേരളത്തില് ഇരിക്കുന്ന സമയത്ത് മ്യൂണിക് എത്തുന്ന വിചാരിച്ചു. മ്യൂണിഷൻ എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഓട്ടിന്റെ കോട്ടയാണ്. ഓട്ടിയുടെ കോട്ട. ഞങ്ങള് ജർമ്മൻ സ്റ്റൈൽ ഏതാണ്? ഇത് ഓട്ടി എത്തുന്നോണ്ടിരിക്കുന്നത് ജാക്കറ്റില്ല. കുറച്ച് അടുത്ത ട്രെയിൻ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് കാണാം. എനിക്ക് ജാക്കറ്റ് ഇല്ലേ? അപ്പൊ നീ തലയിലൊന്നും ഇടണ്ടേ? തലയിൽ